എല്ലാതും പെട്ടെന്ന് ഒക്കെ തട്ടി ഡോക്ടർക്ക് പോകാൻ നിൽക്കട്ടെ. ഇന്നലെ എനിക്ക് വന്ന ദിവസം അപ്പോൾ ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും നോമ്പറക്കെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇന്ന് രാവിലെയാണ് പോയത്. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് 12 മണിക്കാണ് പോകുന്നത്. പിന്നെ ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് എനിക്ക് ഗിഫ്റ്റായിട്ട് അയച്ചാൽ കേട്ടോ. ഇന്നലെയാണ് എനിക്ക് കിട്ടിയത്. ഇത് ഹാൻഡ് ക്രാഫ്റ്റഡ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അത് അടിപൊളിയായിട്ട് നല്ലൊരു കളർ തീമും ഇതിൻ്റെ നല്ലൊരു രസമുണ്ട്. അപ്പോൾ ഇതിനി എവിടെയെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. ഈ ഒരു മരത്തണലിൽ ബൂബു വിശ്രമിക്കുകയാണ്. ബൂബു ഗിഫ്റ്റ് കൊടുത്താട്ടോ ഈ ടീഷർട്ട്. അടിപൊളിയാണല്ലേ? അപ്പൊ നമ്മളെ ഷർട്ട് സൂപ്പറാണ് കേട്ടോ. കുറെ നബിലാന്റെ വീഡിയോയിൽ അവിടെയും കണ്ടു, ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് ഇവിടെയും കണ്ടു. ഇന്നപ്പോ സത്യം പറഞ്ഞാൽ നമ്മളെ ആൾക്കാരും മിസ് ചെയ്തിട്ടില്ല ഇതുവരെ. നബില പോരുമ്പോ തന്നെ പറയും ചെയ്തു അപ്പൊ കുമ്പിടിയാണോ എന്നൊക്കെ വിചാരിക്കുന്നു. സങ്കടപ്പെട്ട വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ ഡ്രസ് ഇന്നലെ എയർപോർട്ടിൽ പോകുമ്പോൾ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം എയർപോർട്ടിലേക്ക് ജസ്റ്റ് ഇറങ്ങി ഇത് കയറിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതന്നെ ഇടാന്ന് വിചാരിച്ചു. ഇതെന്താ ജസ്റ്റ് ഒരു സാധാരണ സിമ്പിൾ ഡ്രസ്സാണ്, ഹൈനെക്കാണ്. പിന്നെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഓപ്പൺ പോലെ, പക്ഷെ ഓപ്പൺ അല്ല കേട്ടോ, ഓപ്പൺ അല്ലാത്ത ഡ്രസ്സാണ്. പിന്നെ കൈ ഇതങ്ങനെ ബലൂൺ സ്ലീവാണ് കൊടുക്കുന്നത്. സിമ്പിൾ ഒരു ഡ്രസ്സാണ്. കടപ്പുള്ള യാത്ര ഇനിയിപ്പോൾ അടുത്തൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അത്ര അടുത്ത് തന്നെ ഉണ്ടാവും എന്നൊന്നും വിചാരിച്ചില്ല. അങ്ങനെ ഞങ്ങൾ സ്വപ്നം കാണുന്ന പോലെ വീണ്ടും പോകും. ഇതൊക്കെ ചിലപ്പോൾ സ്വപ്നത്തിലൊക്കെ നടക്കാൻ പോലെ ഒരു കാര്യം പോലെ അല്ലേ? പിന്നെ അല്ല, വേറെ ആളുകൂടിയല്ലേ നമ്മളെ ഇതിന്റെ അതേ തോന്നിയക്കാരൻ നമ്മളെ യൂസുഫ് അലി. യൂസുഫ് അലി ഇപ്പൊ ഏകദേശം ഒരേപോലെയായിരുന്നു. ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഗ്ലാസ് മണ്ണൊക്കെ കണ്ട പതപ്പ് വരുന്നു. അപ്പൊ ടീഷർട്ട് അടിപൊളിയായിക്കണെന്നാ പറയണത്. അപ്പൊ എന്തായാലും താങ്ക്സ്. ഈ കലവറ നമുക്കൊരു മണിയറാക്കാന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ. ഈ തെങ്ങുംതോട്ടം വരെയൊക്കെ ഒരു ഒരു പാർക്കിംഗ് ആക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ EMS ഹോസ്പിറ്റലിൽ എത്തി. ഇക്കാക്ക് മുന്നേ ഇങ്ങനെ ഈ അസിഡിറ്റിന്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ടും പിന്നെ ഈ ഡോക്ടർക്ക് തന്നെ കാണാൻ വന്നതുകൊണ്ടും ടെൻഷനൊന്നും ഇല്ല കേട്ടോ. വയറിന്റെ എരിച്ചിൽ എന്താണെന്നുള്ളതൊന്നും അത് കുറെ മുമ്പ് ഉണ്ടായിരുന്നു എന്താണെന്നുള്ളത് അല്ലെ. വയറ് പേടിയെന്ന് ഇക്കാക്ക് എന്താക്കായിരുന്നു. പക്ഷെ ഇത് ആ ടെൻഷനൊന്നുമില്ല, ജസ്റ്റ് ഡോക്ടറെ കാണിക്കാം. ഞങ്ങൾ നടന്ന് പോവുകയാണ്. ഡോക്ടറുടെ അവിടെ നല്ല തിരക്കാണ്. 17 ആയിട്ടുള്ളൂ. നമ്മൾ ടോക്കൺ എത്രക്കാ? 49. അപ്പൊ ഡോക്ടർക്ക് കുറെ തിരക്കുള്ള കാരണം ആ ഗ്യാപ്പിൽ ഞങ്ങൾ കണ്ണ് ഡോക്ടറെ കാണിക്കാന്ന് വിചാരിച്ചില്ലക്കാ. ഇക്കാക്ക് ഒരു കണ്ണട വേണം. ഇനി എന്റെ കണ്ണട ഒന്ന് പുതുക്കണം. എന്നപ്പോ പ്രായക്കായില്ലേ, നമുക്കൊരു കണ്ണട വെക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ഡോക്ടറൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നമ്മളെ കലവറയ്ക്ക് വന്നിട്ടുണ്ടോ. സമയം എത്രയെന്ന് അറിയോ? 4 കാലായില്ലേ? 4 കാലായി സമയം. ഇനി വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് നോമ്പ് തുറ വിശേഷങ്ങൾ ഉണ്ടാക്കാൻ. ഡോക്ടർ പറഞ്ഞ 2 ആഴ്ച വരെ മരുന്ന് കുടിച്ചിട്ട് പിന്നെ മാറുന്നില്ല എങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യണം. എൻഡോസ്കോപ്പി ചെയ്തിട്ട് പിന്നെ അതിനനുസരിച്ച് മരുന്ന് എഴുതി തരാമെന്ന് പറഞ്ഞേക്കാം. കുഴപ്പമൊന്നുമില്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഉള്ള പോലെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ 2-3 സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ കണ്ടുട്ടോ അവിടെ വെച്ചിട്ട്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ വീണ്ടും പോട്ടെ. പിന്നെ നമ്മൾ മിക്സി കേടന്നിട്ട് ഇക്ക പോണ സമയത്ത് മിക്സി കേടണം. അത് നേരാക്കാൻ കൊടുത്തിട്ട് ഇപ്പോൾ അവർ പറഞ്ഞു എത്ര 1000 എത്ര അതിന് മോട്ടർ മാറ്റണമൊക്കെ. അപ്പോൾ നമ്മൾ പുതിയ മിക്സി മേടിക്കാൻ പറ്റില്ല. ഏതായാലും ഇക്ക വന്നതല്ല, ദുബായിന്ന് വന്നതല്ല. അപ്പോൾ ഒരു മിക്സിയൊക്കെ മേടിപ്പിക്കാം. കുറച്ച് ദിവസമായി അടുക്കളയിൽ കറുത്തുറുമ്പ് മുട്ട കൊണ്ട് വരുന്നു കേട്ടോ. അപ്പോൾ കറുത്തുറുമ്പ് മുട്ട കൊണ്ട് വരുമ്പോൾ എൻ്റെ പുതിയ സാധനങ്ങൾ വരുന്നതാണ് ഞാൻ വിശ്വസിക്കല്ല, വെറുതെ പറയാം. ഉമ്മ അറിയുന്നുണ്ടായിരുന്നു, പൈസ വരാനുണ്ട്, അതാണ് ഉറുമ്പ് വന്നിക്കണ്. അപ്പം നല്ല നാളെ മിക്സി അടിക്കണം, ഞാൻ അതാക്കാരുന്നു. അപ്പം ഞാൻ എന്തായാലും ഏത് മിക്സിയാ കിട്ടുക എന്താണെന്നൊന്നും അറിയില്ല. വേഗം പോട്ടെന്നിട്ട് വേണം ഒന്ന് ജ്യൂസ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ. കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് മിക്സിന്റെ മേടിക്കുക. അതിനിപ്പോ കറുത്ത മറ്റേ ഉറുമ്പ് കുറെ മുട്ടേണ്ടി വരായിട്ടാ പോലെ പോവാം.
ഇതുപോലൊരു ദിവസം അല്ലേ വീണ്ടും ശരിക്കും ഉറച്ചില്ല. പോയിട്ട് എന്താ ജ്യൂസ് അടിക്കുക, തരിക്കഞ്ഞി ഉണ്ടാക്കുക, പിന്നെ ബ്രെഡ് ചൂടാക്കാം. അതാ തിന്നാൻ പോണം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമസ്കാരം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. മെയിൻ തട്ടിക്കൂട്ടാണ് അപ്പൊ അല്ലേ? എന്താ കാട്ടിന്ന് പോവോ? വേഗം വന്ന് ഞാൻ തരിക്കഞ്ഞി വേഗം വെച്ചു. നീ മാങ്ങ ജ്യൂസ് അടിക്കണം, മിക്സിയുടെ ഉള്ളിലാണ്, പിന്നെ ബ്രെഡ് ഒന്ന് ചൂടാക്കണം. ഇതാണ് ഇപ്പൊ നോമ്പൊക്കെ നമുക്ക് അത്രയൊക്കെ മതി. പിന്നെ രാത്രി 10 മണിക്കൊക്കെ ആണല്ലോ. വർഷത്തിനുള്ള ഓണക്കലാട്ടോ. ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഇക്കാനെ കാണുമ്പോൾ എല്ലാവരും ഇക്കപ്പോൾ ഇവിടെ ഇല്ലല്ലോ, നെബിലോട്ടിയുടെ വീഡിയോയിലും കൂടി കണ്ടതാണല്ലോ എല്ലാവരും. അപ്പോൾ ഇക്കാനെ കാണുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഷോക്കായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുട്ടി കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, സെക്കിറാക്കുവിനെ പോലെ ഒരാളെ ഞാൻ കണ്ടു, പക്ഷെ നെബിലോട്ടിയുടെ വീഡിയോയിൽ കണ്ടപ്പോഴാണ് സമാധാനമായത് സെക്കിറാക്കു അല്ല എന്നുള്ളത്. പക്ഷെ അപ്പോഴൊക്കെ ഇക്ക നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇക്ക വന്ന വീഡിയോ ഞാനിപ്പോൾ ഇന്നലെയാണ് ഇട്ടത്. എന്റെ നിയന്ത്രണത്തിലാണ് കേട്ടോ. എല്ലാതും പെട്ടെന്ന് ഒക്കെ തട്ടിക്കൂട്ടിയിട്ടുള്ളത്. തട്ടിക്കൂട്ടുന്നാളാ അതിനും വേണം ഒരു നിയന്ത്രണേ. അപ്പൊ അത് എന്റെ നേതൃത്വത്തിൽ തരുന്നു. നിയന്ത്രണത്തിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഷഫ്മോൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്താണ്. പക്ഷെ സംഗതി എന്ത് തട്ടിക്കൂട്ടാലുണ്ടാവും. മാംഗോ ജ്യൂസിന്റെ ഒക്കെ ഒരു പവർ ആലോചിച്ചോ കാര്യം അല്ലേ? നിസ്കാരം കേട്ടിഞ്ഞ് എന്താ ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടാക്കൂല്ലേ? ഇക്കാൻ ചിക്കൻ കറി ഉണ്ട്, ചപ്പാത്തി ഇക്കാനെ കിട്ടിക്കണെങ്കിൽ ഒക്കെ പാർട്ട്ണർഷിപ്പിലാണ് എല്ലാവരും. എന്റെ ചിക്കൻ കറി ഉടനെ തീരുമാനിച്ചു പോകും. ഞാൻ ആലോചിച്ചിട്ടും കൂടിയില്ല, അവിടെ തീരുമാനങ്ങൾ കഴിഞ്ഞു പോകും. നിങ്ങൾ പോയപ്പോ ഷെഫ്മോനെ പാർട്ട്ണർഷിപ്പിന് കൂട്ടിക്കുന്നു. അപ്പോഴല്ലേ പിന്നെ നിങ്ങൾ വന്നത് വീണ്ടും. ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി കേട്ടോ. ഇന്നലെ അങ്ങനെ നോമ്പ് തുറന്ന് തട്ടിക്കൂട്ട് നോമ്പ് തുറയായിരുന്നു. ഇന്നലെ അത്താഴത്തിന് ചെറുങ്ങക്കറി സാവും ചോറുകണക്ക് ഞാൻ മീനും ഇതും വാരി കൊടുക്കട്ടെ ചെയ്തത് അല്ലേ? എനിക്കത് ഇന്നലത്തെ അതേ ഷർട്ട് ഇട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയും പട്ടാമ്പിക്ക് പോവാണ്. മാങ്ങ പെറുക്കാനല്ല, അവിടെ ഞങ്ങളെ ഒരു ഭാഗം ഉണ്ടായി എടുക്കാൻ. അപ്പൊ ഷെഫ്മോൻ ഇവിടെ എന്താണ് സ്റ്റോക്ക് ആക്കല്ലേ? അപ്പൊ ഇനി പെരുന്നാളിന്റെ സ്റ്റോക്കിന്റെ വീഡിയോ ഒക്കെ പിന്നെ എടുക്കാം അല്ലേ? പെരുന്നാളിന് പർച്ചേസിനൊക്കെ എല്ലാവരും മോയിലേക്ക് വരും. നല്ല അടിപൊളി ടോപ്പുകളും ഒക്കെ ഉണ്ട്, ചുരിദാർസൊക്കെ ഉണ്ട്. പെരുന്നാൾ കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം പോട്ടെ പട്ടാമ്പിക്ക് മാങ്ങ പെറുക്കാൻ. ഓക്കെ ബൈ. ഇത് കലിസ്റ്റയുടെ ചുരിദാറാണ് കേട്ടോ. അന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ മൊയ്റയിൽ ഇറങ്ങിയിട്ട് ഷെഫ്മോനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ ഇറങ്ങിയതാട്ടോ. കലിസ്റ്റൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ആവശ്യമുള്ളവരൊക്കെ പെരുന്നാളിനൊക്കെ വേണമെങ്കിൽ കലിസ്റ്റൻ്റെ ഹാൻഡ് വർക്ക് ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്തോളുണ്ട്. അപ്പോൾ എന്താ പട്ടാമ്പി വീട്ടിൽ മാങ്ങ ഉണ്ട് പറഞ്ഞിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു ഭാഗം കൊടുന്നിരുന്നല്ലോ മാങ്ങ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഒരു കൊണ്ടുപോയി ഇമ്മച്ചി വിളിച്ചു പറഞ്ഞിരുന്നു. എന്തായാലും മാങ്ങ തിന്നാനുള്ള യോഗ എനിക്കുണ്ട്. അപ്പോൾ മാങ്ങ തിന്നാനായിട്ട് വലിയ ആളായിട്ട് യാത്ര പറയാനാണ്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അന്നത്തെ ഞങ്ങൾ യാത്ര ഒക്കെ പറഞ്ഞൊക്കെ പോന്നപ്പോ ഇനി മാങ്ങ തിന്നാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് പട്ടാമ്പിയിൽ വെച്ച് കാണാം, മാങ്ങ ചാക്കിന്റെ കൂടെ കാണാം. അങ്ങനെ പട്ടാമ്പി വീടെത്തി. ആന ചേക്കൂടെ ഈ ഇവിടുന്ന് ആനനെ കണ്ടപ്പോ എത്തിയോട് കൂടി ഇഞ്ചാട് പായനായിട്ട് ഞാൻ കൊറേ ചിരിച്ചുകൊണ്ട് കണ്ടിട്ട് ഒരു ആന കണ്ടിട്ട് ഇങ്ങനെ പാഞ്ഞിട്ട് അപ്പൊ പാപ്പാന് രണ്ടാള് പിന്നാലെ അടുത്തേക്ക് ഇങ്ങനെ എത്തുമ്പോഴേ ബേജാറാവുക.
മാങ്ങാ ചൗക്കിനൊപ്പം കാണാന്നല്ല ഇങ്ങോട്ട് പറഞ്ഞേ. മാങ്ങാ ചൗക്കിനൊപ്പം മാങ്ങാക്കൂട് അതിന് വലിയതൊക്കെ ചെന്നപ്പോ ആള് ഒന്ന് തടിച്ചു പോകണം. അതിലും ഞാൻ ചെന്നു നല്ല തടിയായിരുന്നു. ഇപ്പൊ പിന്നെ നോമ്പായിട്ട് ഒറ്റ നോമ്പ് മുട്ടിട്ടില്ല. എല്ലാ നോമ്പൊന്നും തടി കുറഞ്ഞു. ആ ഇത് ചാക്ക് നല്ല ചാക്കാലോ. തേങ്ങയും മാങ്ങി അതിന് മിക്സി കേടായിരുന്നു അടുത്ത്. അപ്പൊ നല്ല മിക്സി മേടിക്കാൻ കൂടി പോകാത്തായിരുന്നു. കുറച്ച് കൊടുത്തു. അതിന് കുറച്ചില്ല. നോമ്പറക്കാൻ വരും അങ്ങോട്ട് കൊടുത്താല്. അപ്പൊ മാച്ച് ഡ്രസ്സാണ് ഇട്ടിക്കണത്. പച്ചയും പച്ചയൊക്കെ ഇട്ടിട്ടാണ് നിക്കണേ. അതെ നോമ്പ് നോറ്റതിന്റെ ഐക്യത്തില ഐക്യത്തില് നിക്കണല്ലേ. ആയിക്കോട്ടെ. രാത്രി ആവുമ്പോ ഈ പറഞ്ഞ തിന്നു മയങ്ങിട്ടൊക്കെ അപ്പൊ രാത്രി എവിടേക്ക് പോകാൻ പറ്റുന്നില്ല പോണതും. എന്നാ ശരി. അങ്ങനെ പട്ടാമ്പി വീട്ടിൽ നിന്ന് മാങ്ങ ആയിട്ട് വന്നിട്ടോ വീഡിയോ എടുക്കാണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇളകി ഇങ്ങോട്ടാക്കാര്. അപ്പൊ മാങ്ങ കഴിഞ്ഞ് ഇന്നലത്തെ പോലെ തന്നെ ഞങ്ങൾ വേഗം പോയിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി. പത്തിരി ചിക്കൻ കറി ഉണ്ടാക്കണം. പൊരിച്ച കടിയൊന്നും ഉണ്ടാക്കണില്ല. ഈ പൊരിച്ച കടി നോമ്പ് പറഞ്ഞാല് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. സത്യത്തിൽ അതൊക്കെ ഇപ്പൊ ഉണ്ടായതല്ലേ ഈ പൊരിച്ച കടിയൊക്കെ. ഇപ്പൊ ആൾക്കാർക്ക് പൊരിച്ച കടിയിലാന്നോ പറക്കാൻ പറ്റില്ല. സംഗതി ഞാനതിനോട് എനിക്ക് പൊരിച്ച കടി തീരെ ഇഷ്ടമല്ല. ഇക്കാന്നോട് ഞാൻ തീരെ നിർത്തിയത് കേട്ടോ പൊരിച്ച കടി. എന്തെങ്കിലും ഒന്നൊക്കെ ചിലപ്പോ ഒരു സമൂസയൊക്കെ ഉണ്ടാക്കി തിന്നായിരുന്നു. ഇപ്പൊ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് സമൂസ ഒന്നും രണ്ടെണ്ണം തിന്ന ആൾക്കാർക്ക് പൂതിയും തീരും. അപ്പൊ നമ്മള് വിഷന്ന കാരണം കൊറേ ഇങ്ങോട്ട് കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പൊ ജ്യൂസ് അടിക്കണം. മാംഗോ കൊറേ ഉണ്ടല്ലോ, നല്ല മാംഗോ ജ്യൂസ് മാങ്ങയും ഒക്കെ തിന്നണം. മാംഗോണ്ട് മാങ്ങേണ്ട ഇനി ഒരു കളിയാണ്. കറിയും ചോറും ഉപ്പേരിയും ഒക്കെ മാങ്ങേണ്ടാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇപ്പത്തെ കിട്ടാം. അപ്പൊ നല്ല മാംഗോ ജ്യൂസ് ഉണ്ടാക്കണം. തരിക്കഞ്ഞി പിന്നെ നമുക്ക് മസ്റ്റ് ആണ് കേട്ടോ. തരിക്കഞ്ഞി വേണം. പിന്നെ പച്ചരിയും ചിക്കൻ കറി. ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് വിശേഷം. അപ്പൊ ഇന്നലെ ഞാൻ വീഡിയോ റെസിപ്പി ഒക്കെ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. ഒന്നും ഇപ്പൊ ഇത് റെസിപ്പി കാണിക്കുമ്പോഴത്തേക്കും വീഡിയോ അങ്ങനെ ഇതില്ല. ഇപ്പം അടിപൊളി റെസിപ്പിയോ അല്ലെങ്കിൽ അടിപൊളി വിശേഷങ്ങളോ ഒക്കെ ആയിട്ടുള്ള അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നൊന്ന് ലൈക്ക് ചെയ്യണം. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.